ഉഡായിപ്പിലൂടെയും സൂത്രത്തരത്തിലൂടെയും ശരീര പ്രദർശനങ്ങളിലൂടെയും ജാക്കിരി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമ്മുടെ പർപ്പിൾ ചേച്ചിയുടെ ചാനൽ പോയിരിക്കുകയാണ്. എങ്ങനെയാണ് പർപ്പിൾ ചേച്ചിയുടെ ചാനൽ പോയത്? അതുപോലെ 75 ലക്ഷം രൂപ ഇൻസ്റ്റ കൊടുക്കാനുള്ള പൈസ ആൾക്ക് കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെ വ്യക്തമായ കാരണങ്ങൾ എന്താണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. എൻ്റെ ഈ മുഖത്ത് കാണുന്ന പാടുകൾ ചിക്കൻ ബോക്സിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. അപ്പോൾ ഇത് പോവാനായിട്ടുള്ള എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നതാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. അപ്പോൾ ഈ കുത്ത് പോകുന്നില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ കുറച്ച് ദിവസങ്ങൾ എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സഹകരിക്കുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ പർപ്പിൾ ചേച്ചിയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി നടക്കുന്നവന്മാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? വേറെ പ്ലാനൊന്നുമില്ല. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലെ സബ്സ്ക്രിപ്ഷൻ തന്നെ. അത് തന്നെ ഇപ്പോഴത്തെ പ്ലാൻ. റീൽസൊക്കെ ചെയ്ത് മുന്നോട്ട് മതി കേട്ടോ. വേറെ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ മാതിരി പൈസ മുപ്പരാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാസം 50 ലക്ഷം രൂപ വരുമാനമുണ്ട് മാസം. അപ്പോൾ ഈയുള്ള ഇങ്ങനെ സബ്സ്ക്രിപ്ഷനും ഇൻസ്റ്റാഗ്രാമും പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. വേറെ ഒറ്റ പരിപാടിയിലേക്കും ചേച്ചി ഇല്ലെന്നാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒരു 8ൻ്റെ അല്ല 16ൻ്റെ അല്ല 24ൻ്റെ പണി കൊടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് കൊടുക്കാൻ കാരണം റിപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ റിപ്പോർട്ട് അടിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചേട്ടന്മാർ തന്നെയാണ് ഇവൾക്കെതിരെ റിപ്പോർട്ട് അടിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഇതിനു മുമ്പ് നമ്മുടെ ബിഗ് ബോസിലെ ഡോക്ടർ രജത് കുമാർ ഈ സബ്സ്ക്രിപ്ഷനെതിരായിട്ട് ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതൊന്ന് കാണാം. ഞാൻ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാഴ്ചയാണ്. സബ്സ്ക്രിപ്ഷൻ. ഏതോ ചിലർ ഒരു മാസം 10,000 20,000 പേരുടെ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് മാസം 40 ലക്ഷം 50 ലക്ഷം 60 ലക്ഷം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞും അതിനെ പ്രോത്സാഹിപ്പിച്ചല്ല, ആ വരുമാനം കാണിച്ചുകൊണ്ട് പുതിയ തലമുറയിലെ കുട്ടികളിലേക്ക് പഠനത്തിന് താല്പര്യമുണ്ടാക്കാത്ത, ശരീരമനങ്ങി പണമുണ്ടാക്കാൻ താല്പര്യപ്പെടാതെ ഉഡായിപ്പിലൂടെയും സൂത്രത്തരത്തിലൂടെയും ശരീര പ്രദർശനങ്ങളിലൂടെയും പണമുണ്ടാക്കാനുള്ള എളുപ്പ വഴികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ കാഴ്ചകൾ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നി. ആരും പ്രതികരിച്ച് കണ്ടില്ല. പുതിയ തലമുറയിൽ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന UP സ്കൂളിലെയും ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയും കോളേജിലെയും വിദ്യാർത്ഥികൾ, യുവതലമുറയിലെ ആൺകുട്ടികൾ ബഹുഭൂരിപക്ഷം പേരും കുറേ പെൺകുട്ടികളും ഇങ്ങനെയുള്ള ജോലി ചെയ്യാതെ കുറേ ഉഡായിപ്പോടുകൂടി പണം ഉണ്ടാക്കുന്ന സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾ അവരുടെ ഈ വീഡിയോകൾ രാത്രി 10 മണി 11 മണിക്ക് ശേഷം വെളുപ്പാങ്കാലം 1:30-2 മണി വരെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഷാള് താഴേക്ക് വീണാൽ, മുന്താണി താഴേക്ക് വീണാൽ, സൈഡ് തെരിഞ്ഞു നിന്നാൽ, അതുപോലെ തന്നെ ബ്ലൗസിനകത്തൂടെയുള്ള ക്യാമറ ഫോക്കസ് ചെയ്തുകൊണ്ട് സ്വയം മ്ലേച്ഛമായ തരത്തിൽ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പണമുണ്ടാക്കുന്ന കുറേ കുട്ടികളല്ല കുറേ വ്യക്തികളുടെ എണ്ണം, കുറച്ച് സഹോദരിമാരുടെ എണ്ണം കൂടി വരുന്നില്ലേ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആള് പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ വളർന്നു വരുന്ന തലമുറ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒരു തുണ്ടുപടത്തിന് വേണ്ടി യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മ്ലേച്ഛകരമാണ്. അത് ഇത്രയും പോൺ സൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഈ ചേച്ചിമാർ ഇത്രയും ആൾക്കാർ യൂസ് ചെയ്യുന്ന, അതായത് കൊച്ചു കുട്ടികളടക്കം യൂസ് ചെയ്യുന്ന, റീൽസ് ഇടുന്ന ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇമ്മാതിരി സബ്സ്ക്രിപ്ഷൻ എന്നും പറഞ്ഞിട്ട് ഇമ്മാതിരി ചെറ്റത്തരം തെണ്ടിത്തരം കാണിച്ച് നടക്കുന്ന, തുണിയില്ലാത്ത കുറേ കോമാളി വേഷങ്ങളും കെട്ടി ഇൻസ്റ്റാഗ്രാമിനെ തുണ്ടുപടത്തിലോട്ട് നയിക്കുന്ന ചേച്ചിമാർക്ക് ഇതല്ല ഇതിൻ്റെ അപ്പുറം കിട്ടണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഓക്കെ, വളർന്നു വരുന്ന നമ്മുടെ തലമുറ ഇത് കാണാനിടയാവരുത്. ഈ ഒരു പ്ലാറ്റ്ഫോം അവർക്ക് ഇങ്ങനെയുള്ള രീതിയിൽ യൂസ് ചെയ്യാം എന്ന് വിചാരിച്ച് ചിലർ പൈസയ്ക്ക് വേണ്ടിയിട്ടാവില്ല, ചിലർ റീച്ചിന് വേണ്ടിയിട്ടാവും, ലൈക്കിന് വേണ്ടിയിട്ടാവും, ഷെയറിന് വേണ്ടിയിട്ടാവും, കമൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും. ഇങ്ങനെയുള്ള വഴികൾ അവർ തിരഞ്ഞെടുക്കാതിരിക്കുക. ചുമ്മാ റിപ്പോർട്ട് അടിച്ചാലൊന്നും ചാനൽ പോവില്ല. അപ്പോൾ ഇപ്പോൾ യൂട്യൂബായാലും
അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ചാനൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമൊന്നുമല്ല. ഹേറ്റേഴ്സ് കുറേ റിപ്പോർട്ട് അടിച്ചാലൊന്നും ചാനൽ പോകണമെന്നില്ല. പക്ഷേ ഇവർക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അതായത് നമ്മളിപ്പോൾ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്ത് നമ്മൾ ഡെമോ കാണിക്കുകയാണ്, ഇന്ന കാര്യങ്ങൾ ഈ ഷോപ്പിനകത്ത് ഉണ്ടാവും എന്ന് നമ്മൾ ഡെമോ കാണിച്ചതിന് ശേഷം ആ പറയപ്പെടുന്ന സാധനങ്ങളൊന്നുമില്ലാതെ, അതായത് ഇപ്പോൾ ഫുട്പാത്തിൽ കിട്ടുന്ന അതേ സംഭവങ്ങൾ തന്നെ ഇതിനകത്തും കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് പിന്നെ ഇതിനകത്ത് വന്നിട്ട് വലിയ വിലയ്ക്ക് പൈസ കൊടുത്ത് മേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സംഭവം. അപ്പോൾ ഇവിടെ സംഭവിച്ചതും അത് തന്നെയാണ്. പർപ്പിൾ ചേച്ചി വേറെ സ്ഥലത്തിട്ടിട്ടുള്ള അതേ വീഡിയോസുകൾ തന്നെ ഈ സബ്സ്ക്രിപ്ഷൻ ചാനലിലും കൊണ്ടിട്ടതിന് ശേഷം ഈ VIP ആയിട്ടുള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ല എന്തായാലും മൂപ്പരാളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്ട്രെയിറ്റ് കിട്ടാണ്ടാവും. ഇങ്ങനെ മൂത്ത് നടക്കണവരാണെങ്കിൽ അവർക്ക് സ്ട്രെയിറ്റ് കിട്ടാണ്ടാവും. സോ അപ്പോൾ ഇതിനകത്തുള്ള സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലുമുറി പണിയെടുത്ത് വരുന്ന കൂലിപ്പണിക്കാരായിരിക്കും മിക്കവാറും. അല്ലെങ്കിൽ പൈസ ഇല്ലാതെ അവിടുന്ന് ഇവിടുന്ന് കടം മേടിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരെയും എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് കിട്ടേണ്ട സംഭവങ്ങൾ അതിനകത്തുനിന്ന് ചേച്ചി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ചേച്ചിക്ക് കൊടുക്കാത്തത് കൊണ്ട് അത് ഇവർ ഫ്രോഡാണ് എന്നുള്ള ലെവലിൽ, അതായത് ഫ്രീ ആയിട്ട് കാണിച്ചിട്ടുള്ള വീഡിയോസ് തന്നെ സബ്സ്ക്രിപ്ഷനിലും കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇപ്പോൾ എന്താ തോന്നുക കണ്ടോ? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പം ഞാനിപ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, ഞാൻ എടുത്തിട്ടില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ ഇപ്പം നമ്മൾ ഇതേ വീഡിയോ തന്നെ വേറെ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ട്, എന്നിട്ട് നമ്മൾ സബ്സ്ക്രിപ്ഷനിലോട്ട് കയറി വരികയാണ്. അപ്പോൾ ഇവന്മാരൊക്കെ രാത്രിയായിരിക്കും കാണാതിരിക്കുക. അപ്പോൾ കാണാതിരിക്കണ നേരത്ത് വരുന്നത് ഇമാതിരി സംഭവങ്ങളാണ്, കണ്ട സാധനങ്ങളാണ്. അപ്പോൾ അവന്മാർക്ക് ദേഷ്യം വരൂലേ? അവന്മാർ പൈസ കൊടുത്തിട്ടല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവന്മാർ ഫ്രോഡാന്ന് പറഞ്ഞിട്ടുള്ള ലെവലിൽ ഇവരെ റിപ്പോർട്ട് അടിച്ചു. അങ്ങനെ ഒരുപാട് പേര് ഫ്രോഡാന്ന് പറയുമ്പോൾ ഇൻസ്റ്റാഗ്രാം അത് ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളതെന്നാണ്. അതങ്ങനെ തന്നെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. പർപ്പിൾ ചേച്ചി വിചാരിച്ചിട്ടുണ്ടായിരുന്നുണ്ടാവില്ല ഇമാതിരി പണി നമുക്കിട്ട് തരുന്നു. അതായത് സബ്സ്ക്രൈബേഴ്സ് റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വല്ലാത്ത പ്രശ്നം തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാമെന്ന് ഇട്ടിട്ടുള്ള സംഭവം ചേച്ചി കൊടുത്തിട്ടില്ല. ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ടുള്ള അതേ വീഡിയോ തന്നെ ഇതിനകത്തും കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരവിടെ പൈസ കൊടുത്തിരിക്കണതിൽ എന്താണ് കഥ? അപ്പോൾ തുടർന്നുള്ള ആൾക്കാർക്കും ഇതൊരു മുന്നറിയിപ്പ് തന്നെയാണ്. ചാനൽ ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ തിരിച്ച് കിട്ടായിരിക്കും, പക്ഷേ ചേച്ചിക്ക് നഷ്ടമായ പൈസ അത് തിരിച്ച് കിട്ടാൻ സാധ്യതയില്ല. ഇപ്പോൾ 30% ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫീ ആയിട്ട് എടുക്കുക, ബാക്കി പൈസ നമുക്ക് കിട്ടും. ഇപ്പോൾ 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 30% ഫീ പിടിച്ചാലും പിന്നെ ബാക്കിയുള്ള പൈസ നമുക്ക് കിട്ടും. ചേച്ചിക്ക് ഇപ്പം നഷ്ടമായി എന്ന് പറഞ്ഞത് 75 ലക്ഷം രൂപയാണ്. അപ്പോൾ 75 ലക്ഷത്തിൽ ടാക്സ് കഴിച്ച് മറ്റേ 55 ലക്ഷം 53 ലക്ഷത്തോളം ചേച്ചിക്ക് ഇപ്പോൾ നഷ്ടമായിരിക്കുകയാണ്. എന്താ ചെയ്യുക, എല്ലാം വിധിയുടെ വിളയാട്ടം എന്നേ പറയാനുള്ളൂ. ചേച്ചിയെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരുപാട് പേര് ഇപ്പോൾ സബ്സ്ക്രിപ്ഷനിലോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള അന്നാരാജൻ, നമ്മുടെ എല്ലാവരുടെയും ഉദ്ഘാടനത്തിന് മനം കവരുന്ന ലിച്ചി. അപ്പോൾ ലിച്ചിയും ഇതിനകത്ത് ആഡായിട്ടുണ്ട്. അതുപോലെ രേണുസൂതി ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം നമുക്ക് വരും ദിവസങ്ങളിൽ എത്ര ആൾക്കാരുടെ ചാനലുകളാണ് പൂട്ടിപ്പോകാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ നല്ല കാര്യത്തിന് യൂസ് ചെയ്യാം. അപ്പോൾ ഈ നല്ല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യണവരുടെ ചാനൽ ഒരിക്കലും പൂട്ടിപ്പോകാൻ സാധ്യതയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി ഇന്ന കാര്യങ്ങളാണ് നമുക്ക് ഈ ചാനലിലൂടെ പുറത്തു വിടാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രമാണ് അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആ ഒരു സംഭവം താല്പര്യമുള്ളവർ അവർ അതങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ബട്ട് നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്, അപ്പോൾ അത് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൽ നിങ്ങൾ ഉഴപ്പ് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ പണി കിട്ടും. എനി ടൈം പണിയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.